നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ടൈപ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. സൂപ്പർ കണ്ടക്ടേഴ്സിനെ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറും അതുപോലെ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറും. സൂപ്പർ കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സും ഉണ്ട്, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സും ഉണ്ട്. ഈ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേര് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നാണ്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിനെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ എന്നും വിളിക്കും. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിനെ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും വിളിക്കും. ഇപ്പം ടൈപ്പ് 1 ആണെങ്കിൽ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്, ടൈപ്പ് 2 ആണെങ്കിൽ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. സൂപ്പർ കണ്ടക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 സോഫ്റ്റും ടൈപ്പ് 2 എന്ന് പറയുന്നത് ഹാർഡുമാണ്. ഇനി നമുക്ക് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു, മീസ്നർ എഫക്റ്റ് പഠിച്ചു, അതുപോലെ ഡയാമാഗ്നറ്റിസം പഠിച്ചു. എന്താ അത് പറയുന്നത്? ഒരു സൂപ്പർ കണ്ടക്ടർ അതിനകത്തൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ എക്സ്പെൽ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എന്നിട്ട് അതൊരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുമെന്ന്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? മീസ്നർ എഫക്റ്റ് എന്ന് വിളിച്ചത്. അതായത് സൂപ്പർ കണ്ടക്ടർ ആയിട്ടിരിക്കുന്ന ഒരു സാധനം അതിനകത്തൂടെയുള്ള ലൈൻസ് ഓഫ് ഫോഴ്സിനെ എക്സ്പെൽ ചെയ്തിട്ട് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് ബിഹേവ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ മീസ്നർ എഫക്റ്റ് എന്ന് വിളിച്ചത്. അപ്പം ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് ബിഹേവ് ചെയ്യും. പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ്. അവർ മീസ്നർ എഫക്റ്റ് ഒബേ ചെയ്യും. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. അവർ മീസ്നർ എഫക്റ്റിനെ ഒബേ ചെയ്യും. അതായത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞായിരുന്നു, ഒരു HC എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് HC അപ്ലൈ ചെയ്താൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ഡിസ്ട്രോയ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ HC വരെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ അതായത് HCയുടെ താഴെയാണ് മാഗ്നറ്റിക് ഫീൽഡെങ്കിൽ ഈ മെറ്റീരിയൽ പെർഫെക്റ്റ് സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യും. അതായത് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് ബിഹേവ് ചെയ്യും. അതിനകത്തൊരു റിപ്പൾസീവ് ഫോഴ്സ് കാണും. ഈ റിപ്പൾസീവ് ഫോഴ്സ് കാരണം മാഗ്നറ്റിക് ഫീൽഡിനെ അതിനകത്തൂടെ കടന്നു പോകാൻ അത് അനുവദിക്കത്തില്ല. അപ്പം HCക്ക് താഴെയാണെങ്കിൽ, ക്രിട്ടിക്കൽ ഫീൽഡിന് താഴെയാണ് മാഗ്നറ്റിക് ഫീൽഡെങ്കിൽ സൂപ്പർ കണ്ടക്ടറിനകത്തൊരു റിപ്പൾസീവ് ഫോഴ്സ് കാണും. ഇതെന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ അതിനകത്തൂടെ കടന്നു പോകാൻ സമ്മതിക്കത്തില്ല. ആ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യും. എന്നാൽ ഈ ക്രിട്ടിക്കൽ ഫീൽഡ് എത്തിയാൽ HC ആയി കഴിയുമ്പം ഈ റിപ്പൾസീവ് ഫോഴ്സ് അങ്ങ് വാനിഷ് ആവും. അതിനകത്തുള്ള റിപ്പൾസീവ് ഫോഴ്സ് 0 ആകും. അപ്പോൾ എന്ത് പറ്റും? അതിനകത്തൂടെ മാഗ്നറ്റിക് ഫീൽഡിനെ പാസ് ചെയ്യാൻ അനുവദിക്കും. അങ്ങനെ പാസ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ അത് എന്തായിട്ട് മാറും? നോർമൽ സ്റ്റേജിലേക്ക് മാറും. അതൊരു സൂപ്പർ കണ്ടക്ടർ അല്ല, അത് നോർമൽ സ്റ്റേജിലേക്ക് മാറും. അതായത് ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബാരിയർ പോലെയാണ്. ക്രിട്ടിക്കൽ ഫീൽഡിന് താഴെയാണെങ്കിൽ അതിനകത്തൊരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. അതിനകത്തൊരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടന്നു പോകാൻ സമ്മതിക്കത്തില്ല. ഇതൊരു സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യും. ക്രിട്ടിക്കൽ ഫീൽഡ് എപ്പോൾ എത്തുന്നോ അപ്പോൾ അതിനകത്ത് റിപ്പൾസീവ് ഫോഴ്സ് 0 ആയിട്ട് മാറും. അത് മാഗ്നറ്റിക് ഫീൽഡിനെ അതിനകത്തൂടെ പെനട്രേറ്റ് ചെയ്യാൻ അനുവദിക്കും. അതൊരു നോർമൽ മെറ്റീരിയലായിട്ടേ ബിഹേവ് ചെയ്യത്തുള്ളൂ. പിന്നെ അതൊരു സൂപ്പർ കണ്ടക്ടർ അല്ല. എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറി, അതുപോലെ ടിന്ന്, പിന്നെ നിയോബിയം, വനേഡിയം, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ് മെർക്കുറി, ടിന്ന്, നിയോബിയം, വനേഡിയം. ഇതൊക്കെ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറാണ്. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീസ്നർ എഫക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒബേ ചെയ്യത്തില്ല. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? ഹാർഡ് സൂപ്പർ കണ്ടക്ടർ എന്നാണ്. അത് മീസ്നർ എഫക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒബേ ചെയ്യത്തില്ല. അവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കർവ് കാണുമ്പോൾ അറിയാം. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിൻ്റെ ഈ കർവ് കാണുമ്പോൾ അറിയാം, അവിടെ ഒരു HC എന്ന വാല്യൂവിന് പകരം HC1 ഉണ്ട്, HC2 ഉണ്ട്. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിനകത്ത് HC1 ഉണ്ട്, HC2 ഉണ്ട്. അതായത് ലോവർ ക്രിട്ടിക്കൽ ഫീൽഡും ഉണ്ട്, അപ്പർ ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ട്. HC1 ലോവർ ക്രിട്ടിക്കൽ ഫീൽഡാണ്, HC2 എന്ന് പറയുന്നത് അപ്പർ ക്രിട്ടിക്കൽ ഫീൽഡാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ HC1 വരെ മെറ്റീരിയൽ പെർഫെക്റ്റ് സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യും. HC1 വരെ എങ്ങനെയാണ്? മെറ്റീരിയൽ പെർഫെക്റ്റ് സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യും. HC1 കഴിഞ്ഞാൽ എന്നാ പറ്റും? HC1 കഴിഞ്ഞ് കഴിയുമ്പം HC1ന് മുകളിലാണ് ഫീൽഡെങ്കിൽ എന്ത് പറ്റും? ഈ റിപ്പൾസീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. പെർഫെക്റ്റ് സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്?
HC1 വരെ അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. ഈ റിപ്പൾസീവ് ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡിനെ ഈ മെറ്റീരിയലിനകത്തൂടെ കടത്തിവിടത്തില്ല, പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് ബിഹേവ് ചെയ്യും. പക്ഷേ HC1 കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറ്റും? HC1ൻ്റെ മുകളിലാണ് ഫീൽഡെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് പതിയെ കുറയാൻ തുടങ്ങും. റിപ്പൾസീവ് ഫോഴ്സ് പതുക്കെ കുറയും, എന്നിട്ട് കുറേശ്ശെ മാഗ്നറ്റിക് ഫീൽഡ് പെനട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും, മാഗ്നറ്റിക് ഫ്ലക്സ് പെനട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് പെനട്രേറ്റ് ചെയ്യും. എത്ര വരെ? HC2 വരെ പെനട്രേറ്റ് ചെയ്യും. അതായത് HC1നും HC2നും ഇടയ്ക്ക് മാഗ്നറ്റിക് ഫീൽഡ് പെനട്രേറ്റ് ചെയ്യുന്നുണ്ട്. HC2 വരെ മാഗ്നറ്റിക് ഫീൽഡ് പെനട്രേറ്റ് ചെയ്യും. HC2 ആയിക്കഴിഞ്ഞാലോ? HC2 ആയിക്കഴിഞ്ഞാൽ പിന്നെ മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യത്തേയില്ല. HC2 കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റീരിയൽ എന്താണ്? ഒരു നോർമൽ കണ്ടക്ടറായിട്ടേ ബിഹേവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഈ HC1 മുതൽ HC2 വരെയുള്ള ഭാഗം അവിടെ എങ്ങനെയാണ്? അവിടെ സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യും, പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് പെനട്രേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് വ്യത്യാസം. ടൈപ്പ് 1-ലാണെങ്കിൽ HC എത്തിയാൽ അപ്പം എന്തു പറ്റും? ടൈപ്പ് 1-ൽ HC ക്രിട്ടിക്കൽ ഫീൽഡ് എത്തിയാൽ ആ സെക്കൻഡിൽ അതിനകത്തുള്ള റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആകും, മാഗ്നറ്റിക് ഫീൽഡ് പെനട്രേറ്റ് ചെയ്യും, അതൊരു നോർമൽ കണ്ടക്ടറായിട്ട് മാറും. ഇങ്ങനൊരു ട്രാൻസിഷൻ പീരീഡ് അവിടെ ഇല്ല. ഇവിടെ അങ്ങനെയല്ല. HC1 കഴിഞ്ഞാൽ റിപ്പൾസീവ് ഫോഴ്സ് കുറയും, മാഗ്നറ്റിക് ഫ്ലക്സ് പെനട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതെവിടം വരെ തുടരും? HC2 വരെ ഈ പറഞ്ഞ റിപ്പൾസീവ് ഫോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും, മാഗ്നറ്റിക് ഫ്ലക്സ് പെനട്രേറ്റ് ചെയ്യും. HC2 കഴിഞ്ഞാലേ ഉള്ളൂ മെറ്റീരിയൽ നോർമൽ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യത്തുള്ളൂ. അപ്പം HC1 മുതൽ HC2 വരെയുള്ള ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് വോർട്ടെക്സ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വോർട്ടെക്സ് സ്റ്റേറ്റ്. HC1 മുതൽ HC2 വരെയുള്ള റീജിയനാണ് വോർട്ടെക്സ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മിക്സഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. HC2 കഴിഞ്ഞാലോ? HC2 കഴിഞ്ഞാൽ മെറ്റീരിയൽ നോർമൽ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യും. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിന് എക്സാമ്പിളാണ് Nb3Sn, Nb3Ge, YBa2Cu3O7 എന്ന് പറയുന്നത്. ഇപ്പം Nb3Snനും Nb3Geയുമാണ് എക്സാമ്പിൾസ്. Nb3Snനും Nb3Ge, അതുപോലെ YBa2Cu3O7 ഇതും ഒരു എക്സാമ്പിളാണ്. താങ്ക് യു.